എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ രാമൻ നമ്പി. രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി കുഞ്ഞൻപിള്ള. കുഞ്ഞൻപിള്ള എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ നായർ സമുദായ ഭൃത്യ ജനസംഘം. നായർ സമുദായ ഭൃത്യ ജനസംഘം എന്നായിരുന്നു മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര്. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി നടന്ന സമരം ഇവയിൽ ഏതാണ്? ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി നടന്ന സമരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമായിരുന്നു ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി നടന്ന സമരം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വക്കം മൗലവി. വക്കം മൗലവിയാണ് മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത്. 1922 മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര് എന്തായിരുന്നു? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര്. ആൻസർ ഓപ്ഷൻ ബി സൈരന്ധ്രി വനം. സൈരന്ധ്രി വനം എന്നായിരുന്നു പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ചമ്പുക്കൾ. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ചമ്പുക്കൾ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആര്? നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ്
കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏതാണ്? ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ആണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം. മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ സി 44-ാമത്. 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത്. കേരളത്തിൽ സൈനിക ആവശ്യത്തിനുപയോഗിക്കുന്ന വിമാനത്താവളം ഏതാണ്? കേരളത്തിൽ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിമാനത്താവളം. ആൻസർ ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ. വെല്ലിംഗ്ടൺ ആണ് കേരളത്തിൽ സൈനിക ആവശ്യത്തിനുപയോഗിക്കുന്ന വിമാനത്താവളം. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സംസ്കൃതം. സംസ്കൃത ഭാഷയിലാണ് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്നത്. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ സിംഹം. സിംഹമായിരുന്നു കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. ആൻസർ ഓപ്ഷൻ സി ബചേന്ദ്രി പാൽ. ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. 1984 മെയ് 23-നാണ് ബചേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയത്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മഹാനദി. മഹാനദിയാണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ശരാവതി. ശരാവതി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഹാർഡിങ് പ്രഭു. ഹാർഡിങ് പ്രഭുവാണ് കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനായിരുന്നു കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ
വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ ഏതാണ്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മലയാളം. മലയാളമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി അന്തരീക്ഷ ഭവൻ. അന്തരീക്ഷ ഭവൻ എന്നാണ് ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയാണ് ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി കർണാടകം. കർണാടകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം. യു ആർ യൂണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? യു ആർ യൂണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് യു ആർ യൂണീക്ക് എന്ന പുസ്തകം രചിച്ചത്. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മറയൂർ. മറയൂരാണ് കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. ആൻസർ ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൊല്ലം. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിൻ്റെ പേര് എന്താണ്? പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ മെൻഡലേവിയം. മെൻഡലേവിയമാണ് പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകത്തിൻ്റെ പേര്. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രകീർണനം. പ്രകീർണനമാണ് ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം. ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിനാവശ്യമായ ജീവകം. ആൻസർ ഓപ്ഷൻ എ ജീവകം എ. ജീവകം എ ആണ് കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിനാവശ്യമായ ജീവകം. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി. ആൻസർ ഓപ്ഷൻ ബി ബാക്ടീരിയ. ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി തെങ്ങ്.
തെങ്ങുമായി ബന്ധപ്പെട്ടതാണ് കേരളം എന്ന പേര്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി വാഴ. കണ്ണാറ വാർഷിക ഗവേഷണ കേന്ദ്രം വാഴയുമായി ബന്ധപ്പെട്ടതാണ്. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണ് ഇവ? മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? ആൻസർ ഓപ്ഷൻ സി കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ വാക്കുകളാണ് മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് എന്നത്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ നിലമ്പൂർ. നിലമ്പൂരാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം. സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം. ആൻസർ ഓപ്ഷൻ സി ഫിലാറ്റലി. ഫിലാറ്റലിയാണ് സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക്. ആൻസർ ഓപ്ഷൻ ഡി പാക് കടലിടുക്ക്. പാക് കടലിടുക്കാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊല്ലം. കൊല്ലം ജില്ലയാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി കുഷ്ഠം. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ എ സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി മിയാമി. മിയാമിയിലാണ് 2026 G20 ഉച്ചകോടി വേദി. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ചൈന. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ആൻസർ ഓപ്ഷൻ ബി പരിസ്ഥിതി. പരിസ്ഥിതിയാണ് താഴെ പറയുന്നവയിൽ അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി മീററ്റ്. മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്?
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സംഭാർ തടാകം. സംഭാർ തടാകമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, സാദിയ ദുബ്രി. സാദിയയും ദുബ്രിയും തമ്മിലാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്.